بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം സംസാരിച്ചു വന്നത് മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഹദീസിൽ നിന്നും മരിച്ചവരുടെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, ഖുർആൻ പാരായണം ചെയ്യാം എന്ന് തെളിവില്ല എന്ന് വിമർശകർ പറയാറുണ്ട്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ള ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും എന്ന ഹദീസ് അബൂദാവൂദ് 3123 ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാബുൽ ഖിറാഅത്തി ഇൻദൽ മയ്യിത്തി എന്നാണ്. മയ്യിത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അധ്യായം, അല്ലാതെ മരണാസന്നമാരുടെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുന്ന അധ്യായം എന്നല്ല. ഇങ്ങനെയാണ്, ഈ അധ്യായത്തിലാണ് മയ്യിത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുക എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഐസർ തഫാസിൽ കാണാം. അബൂദാവൂദ്, ഇബ്നു മാജ എന്നിവയിലും ഇബ്നു ഹിബ്ബാൻ സഹീഹാക്കിയതുമായ ഹദീസ്, ആ ഹദീസ് ഉംദത്തുൽ ഖാരി, ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഉംദത്തുൽ ഖാരി 4-ാം വാള്യം 206-ലും ഹാശിയത്തു ജാമിഉ സഗീർ 1:25-ലും പറഞ്ഞത് ഫൽ ഹദീസു യദുല്ലു അലാ അന്നൽ മയ്യിത്ത യന്തഫിഉ ബിഖിറാഅത്തിൽ ഖുർആനി ഇൻദഹു. ഈ ഹദീസ് ആ മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ട് മയ്യത്തിന് പ്രയോജനം ചെയ്യും എന്ന് അറിയിക്കുന്നു എന്നാണ്. യാസീൻ സൂറത്ത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ പാരായണം ചെയ്താൽ അവൻ്റെ പാപത്തിൽ നിന്ന് മുൻകഴിഞ്ഞ ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഫഖ്റഉഹാ ഇൻദ മൗതാക്കും, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുക എന്ന ഹദീസിൽ, എന്ന ഹദീസ് ബൈഹഖി ശുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അതിൻ്റെ വ്യാഖ്യാനം ഐ മുശ്രിഫിൽ മൗത്തി, മരണാസന്നമാരുടെ അടുക്കൽ, ഔ ഇൻദ ഖുബൂരി മൗതാക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അടുക്കൽ. അപ്പം മരണാസന്നമാരുടെ അടുക്കൽ എന്ന് മാത്രമല്ല ഹദീസിൻ്റെ വ്യാഖ്യാനം പറയുന്നത്, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ ഖബറുകളുടെ അടുക്കൽ, മരണസന്നമായവരുടെ ആ ഖബറുകളുടെ സമീപത്തും. കാരണം ലിഅന്നഹും, കാരണം ഖബറിൽ കിടക്കുന്നവർ അഹ്വജീലൽ മഗ്ഫിറത്തി, മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ഏറ്റവും ആവശ്യക്കാരാണ്. പാപം പുറത്തു കിട്ടണമെന്ന് ഏറ്റവും ആവശ്യക്കാർ ഖബറാളികളാണ്. അപ്പം ഖബറിൻ്റെ അടുക്കലും ഓതുക എന്ന് വ്യാഖ്യാനം നൽകുന്നു ഈ ഹദീസിന്. ഇഖ്റഉ അലാ മൗതാക്കും എവിടെ വിശദീകരിക്കുന്നു? മിഷ്കാത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ മിർഖാത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇഖ്റഉ അലാ മൗതാക്കും എന്ന ഹദീസിൻ്റെ മുറാദ്, അതിൻ്റെ ഉദ്ദേശം വിശദീകരിക്കുന്ന ഭാഗത്ത് മഹല്ലി, ഫിഖഹിൻ്റെ കിതാബാകുന്ന, ഷാഫി മദ്ഹബിലെ ഫിഖഹിൻ്റെ കിതാബാകുന്ന മഹല്ലിയുടെ ശറഹ് കല്യൂബി 1-ാം വാള്യം 321-ൽ പറയുന്നത് ബൽ യുഖ്റഉ ഇൻദഹു, മയ്യിത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം എന്നാണ്. മഹല്ലിയുടെ പരിഭാഷയിൽ അങ്ങനെയുണ്ട്, ഓതാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നവർ പറയാറുണ്ട്. അതേ മഹല്ലിയിൽ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ കല്യൂബിയിലാണ് ബൽ യുഖ്റഉ ഇൻദഹു, മയ്യിത്തിനടുക്കൽ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ഹദീസുകളിൽ മയ്യിത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച്, മയ്യിത്തിനടുക്കൽ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള ഹദീസുകൾ നമ്മൾ പറയുമ്പോൾ ചിലർ വിമർശകർ കൊണ്ടുവരാറുണ്ട് ഒരു ആയത്ത്, വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, സൂറത്തുൻ നജ്മിലെ
39-ാമത്തെ ആയത്ത് വാൻ ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. വാൻ ലൈസലിൽ ഇൻസാനി മനുഷ്യനില്ല ഇല്ലാ മാ സഅ, അവൻ പ്രയത്നിച്ചതല്ലാതെ, അവൻ അധ്വാനിച്ചതല്ലാതെ, അവൻ ചെയ്തതല്ലാതെ, അവൻ പ്രവർത്തിച്ചതല്ലാതെ അവനില്ല. ഈ ആയത്ത് വാൻ ലൈസലിൽ ഇൻസാനി, തീർച്ചയായും മനുഷ്യനില്ല എന്തില്ല, മീൻ സവാബി യൗമിൽ ഖിയാമ. എൻ്റെ തഫ്സീർ ഖിയാമത്ത് നാളിൽ പ്രതിഫലമില്ല, മനുഷ്യന് ഖിയാമത്ത് നാളിൽ പ്രതിഫലമില്ല. ഇല്ലാ മാ സഅ, അവൻ അധ്വാനിച്ചതല്ലാതെ, അവൻ ചെയ്തതല്ലാതെ, അവൻ പ്രയത്നിച്ചതല്ലാതെ മറ്റുള്ളവർ ചെയ്തതിന് കൂലി ഇവന് കിട്ടൂല എന്നാണ് ആ പറഞ്ഞത് അല്ലേ. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം ഐസുർ തഫാസീർ 1542 പറയുന്നുണ്ട്, വഹാദ ലാ യതആറദു, ഇത് ഈ പറഞ്ഞത് എതിരല്ല, ഈ പറഞ്ഞത് എതിരാകുന്നില്ല. എന്തിനോടും ആ ഖൗൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വഹീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസിൽ പറഞ്ഞതിനോട് ഇത് എതിരാകുന്നില്ല. എന്താണ് പറഞ്ഞത്? ഇദാ മാത ഇബ്നു ആദമ, മനുഷ്യൻ മരിച്ചാൽ ഇൻഖതാഅമലുഹു, അവൻ്റെ അമലൊക്കെ മുറിഞ്ഞു പോകും, സ്റ്റോപ്പായി പോകും. ഇല്ലാ മിൻ സലാസിൻ, 3 കാര്യങ്ങൾ ഒഴികെ അവൻ്റെ അമലുകളെല്ലാം സ്റ്റോപ്പായി പോകും, 3 കാര്യങ്ങൾ ഒഴികെ. അതായത് വലദിൻ സാലിഹ്യതുലു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനത്തിൻ്റെ പ്രാർത്ഥന, നല്ല സന്താനത്തിൻ്റെ പ്രാർത്ഥന അവന് മുറിഞ്ഞു പോകൂല, അവൻ്റെ കബറിലേക്ക് കിട്ടും. ഔ സദഖത്തിൻ ജാരിയ, അല്ലെങ്കിൽ ജാരിയായ സദഖ, അതിൻ്റെ പ്രതിഫലവും കബറിലേക്ക് കിട്ടും, അത് മുറിഞ്ഞു പോകൂല എന്ന് ഹദീസ്. അതിനോട് എതിരാകുന്നില്ല ഈ പറഞ്ഞ ആയത്തിനോട്. മനുഷ്യന് ഖിയാമത്ത് നാളിൽ അവൻ പ്രയത്നിച്ചതല്ലാതെ അവന് പ്രതിഫലമില്ല എന്ന് പറഞ്ഞതിനോട് എതിരാകുന്നില്ല ഈ ഹദീസ്. കാരണം അതുപോലെ ഉപകാരപ്രദമായ വിജ്ഞാനം അത് സ്റ്റോപ്പായി പോകില്ല. അപ്പം മനുഷ്യൻ്റെ എല്ലാ അമലുകളും സ്റ്റോപ്പായി പോകുന്നു. പിന്നെ എന്ത് അവശേഷിക്കുന്നു? അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളുടെ പ്രാർത്ഥന, ജാരിയായ സദഖ, ഉപകാരപ്രദമാകുന്ന വിജ്ഞാനം, ഇത് ഖബറിലേക്ക് പ്രയോജനം ചെയ്യും. ഇത് കാരണം ഹാദിഹി സലാസത്തു, ഈ 3 കാര്യങ്ങൾ, ഈ സന്താനത്തിൻ്റെ പ്രാർത്ഥന, ജാരിയായ സദഖ, ഈ വിജ്ഞാനപ്രദമായ ഉപകാരപ്രദമായ വിജ്ഞാനം, ഉമൂറുൻ മിൻ അമലിൽ ഇൻസാനി വസഈഹി, മനുഷ്യൻ്റെ കർമ്മങ്ങളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവൻ്റെ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും പെട്ടതാണ് ഈ 3 കാര്യം. കാരണം എന്താ? ഒരു പിതാവാണ് അഞ്ചബഹു വ റബ്ബാഹു, അവനെ ജനിപ്പിച്ചതും അവനെ പരിപാലിച്ച് വളർത്തുന്നതെല്ലാം പിതാവാണ്. അതുപോലെ ജാരിയായ സദഖ, വഖഫ്, അവൻ സ്വയം വഖഫ് ചെയ്തതാണ്. ഇൽമ്, അതിനെ തഅല്ലമഹു വബസഹു ഫിന്നാസി വഅല്ലമഹു, അത് അവൻ പഠിച്ചു, ജനങ്ങളെ അത് പ്രചരിപ്പിച്ചു, മറ്റു ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ളയും കാര്യങ്ങൾ ഫൽ ജമീഉ മിൻ സഈഹി വകസ്ബിഹി, കാര്യങ്ങളെല്ലാം അവൻ്റെ പ്രയത്നങ്ങളിൽ പെട്ടതാണ്, അവൻ്റെ അധ്വാനങ്ങളിൽ പെട്ടതാണ്. ഐസുർ തഫാസിർ നേരത്തെ സൂചിപ്പിച്ച പോലെ 1542 പേജിലുണ്ട്. അപ്പം പൊതുവായിട്ട് മനുഷ്യൻ്റെ ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ സ്റ്റോപ്പായി പോകുന്നു. എന്നാൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഐസുർ തഫാസിറിൽ ഇതേ പേജിൽ കാണാം, വാൻ ലൈസലിൽ ഇൻസാനി, മനുഷ്യന് ഇല്ല എന്ന് പറഞ്ഞ പൊതുവായ പ്രതിഫലം മനുഷ്യന് കിട്ടൂല എന്ന് പറഞ്ഞ പൊതുവായ നിയമം അന്നൽ ആമ ഖസ്സസതുഹു സുന്നത്തു, അതിനെ സുന്നത്ത് തഖ്സീസാക്കുന്നുണ്ട്, ചില കാര്യങ്ങളെ പ്രത്യേകമാക്കുന്നുണ്ട്, പൊതുവായ കാര്യങ്ങളിൽ നിന്നും ചില കാര്യങ്ങളെ ഒഴിവാക്കുന്നുണ്ട്. പൊതു നിയമം എന്താണ്? മാമിൻ ആമിൻ ഇല്ലാ വഖദ് ഖുസ്സ മിൻഹുൽ ബഅദു, പൊതുവായ ഒരു കാര്യം അതിൽ നിന്ന് ചില കാര്യങ്ങളെ പ്രത്യേകമാക്കും. ഉദാഹരണമായിട്ട് ഒരു ഓഫീസിലോ മറ്റോ ചെല്ലുമ്പോൾ നോ അഡ്മിഷൻ എന്ന് കാണും, പ്രവേശനമില്ല. ആരും അതിനകത്ത് പ്രവേശനമില്ല എന്നാണോ? അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളും മറ്റുമൊക്കെ പ്രവേശിക്കും. അപ്പോയിൻമെൻ്റ് എടുത്തവർക്ക് പ്രവേശനമുണ്ട്. ഒന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് ചുമ്മാ ആർക്കും കടന്നു ചെല്ലാൻ പാടില്ല എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. പൊതുവായൊരു നിയമത്തിൽ ചില നിയമങ്ങൾക്ക് ഇളവുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആയത്തിൽ പൊതുവായി മനുഷ്യൻ പ്രവർത്തിച്ചതല്ലാതെ അവന് പ്രതിഫലമില്ല, അതിനല്ലാതെ അവന് പ്രതിഫലം കിട്ടൂല എന്ന് പറഞ്ഞതിൽ സുന്നത്ത് എന്ത് ചെയ്യുന്നു? ചില കാര്യങ്ങളെ പ്രത്യേകമാക്കി തിരഞ്ഞെടുക്കുന്നു. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജും ഉംറയും ജായിസാക്കി. മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി ഉംറ ചെയ്യാം. കമാ അജാസ സദഖത കദാലിക, ഇപ്രകാരം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സദഖ ചെയ്യൽ ജായിസാക്കിയതുപോലെ, അനുവദനീയമാക്കിയതുപോലെ ഹജ്ജിനെയും ഉംറയെയും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാമെന്ന് നബി തങ്ങൾ അനുവദിച്ചു.
അപ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? ഇന്നല്ലദീ യഹുജ്ജു ഔ യതസദ്ദഖു അൻ ഗൈരിഹി. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രതിഫലം കിട്ടാൻ വേണ്ടി സദഖ ചെയ്യുന്നത്, ഹുവ ബിമസാബത്തി മുതവസ്സിലിൻ ഇലല്ലാഹി തആല താലിബിൻ മിൻഹു അൽ മഗ്ഫിറത വറഹ്മ. ഇത് അല്ലാഹുവിൽ നിന്ന് ഈ ഹജ്ജ് ചെയ്യുന്നതും, മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതും, മറ്റുള്ളവർക്ക് വേണ്ടി സദഖ ചെയ്യുന്നതും അല്ലാഹു തആലയിൽ നിന്ന് മഗ്ഫിറത്തും റഹ്മത്തും പാപമോചനവും കാരുണ്യവും തേടുന്നവനായ ഒരു ഇടയാളിനെ പോലെ, മുത്തവസ്സിൽ ഒരു ഇടതേടുന്നവനെ പോലെയാണ് ഈ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഹജ്ജും സദഖയും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഫൈദസ്തജാബ അല്ലാഹു തആല ലഹു, അവന് അല്ലാഹു തആല ഉത്തരം ചെയ്യുമ്പോൾ, ഗഫറലിൽ മയ്യിത്തി വറഹമഹു, മയ്യിത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കും, മയ്യിത്തിന് അല്ലാഹു തആല റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കും. വഹാദാ ജസാഉ കുല്ലി അമലിൻ സാലിഹ്, ഇതാണ് എല്ലാ നല്ല അമലുകളുടെയും പ്രതിഫലം. അപ്പോൾ ഏത് നല്ല അമലുകൾ ചെയ്താലും, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താൽ, ഒരു ഹജ്ജോ ഒരു സദഖയോ മാത്രമല്ല, ഏത് അമലുകളാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് മഗ്ഫിറത്ത് കിട്ടാൻ, മറ്റുള്ളവർക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ, അവൻ ഈ അമല് അള്ളാഹുവിനോട് ഇടതേടുന്നവനെ പോലെയാണ്. അപ്പോൾ ഇത് സ്വീകരിക്കുമ്പോൾ, ഇതിന് അള്ളാഹു ഉത്തരം ചെയ്യുമ്പോൾ, മയ്യിത്തിന് അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു റഹ്മത്ത് ചെയ്യും. ഇത് മൈസൂർ തഫസീർ 1542 കാണാം. ഇമാം ഖതീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഷൗക്കാനി പറയുന്നത്, ഈ ആയത്തിൻ്റെ ഉമൂമിനെ, പൊതുവായ നിയമമാണ് ഈ ആയത്തിൽ. മനുഷ്യന് അവൻ അധ്വാനിച്ചതല്ലാതെ അവന് പ്രതിഫലം കിട്ടൂല എന്ന് പറഞ്ഞ ഈ ആയത്തിനെ പ്രത്യേകമാക്കുന്നുണ്ട്. എന്ന ഈ ആയത്തിനെ പ്രത്യേകമാകുന്നു. സദഖ കൊണ്ട് പ്രത്യേകമാകുന്നു. അപ്പോൾ സദഖ ചെയ്താൽ, മറ്റുള്ളവർക്ക് വേണ്ടി സദഖ ചെയ്താൽ അവനക്ക് പ്രതിഫലം കിട്ടും. വബി ഖിറാഅത്തി യാസിൻ മിനൽ വലദി വഗൈരിഹി, സന്താനത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും യാസീൻ ഓതിയാൽ അതിന് പ്രതിഫലം കിട്ടും. കാരണം ഈ ഹദീസ് ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, നിങ്ങൾ മരണപ്പെട്ടവരുടെ അടുക്കൽ യാസീൻ ഓതുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ ദുആഇ മിനൽ വലദി വഗൈരിഹി, സന്താനത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ദുആ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടും. അതും ഹദീസ് ഉണ്ടാവും. വലദിൻ സാലിഹി യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹ മക്കളുടെ പ്രാർത്ഥന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇദാ മാത ഇൻസാനുൻ ഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്ത്, നേരത്തെ സൂചിപ്പിച്ച ഹദീസാണ്. വലിയ ഹദീസ് ഇസ്തഗ്ഫിറൂ ലിഅഖീകും വസലൂ ലഹു തസ്ബീത എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുക, ആ സഹോദരന് വേണ്ടി തസ്ബീത്തിനെ നിങ്ങൾ ചോദിക്കുക എന്ന ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് ഈ പൊതുവായ ആയത്തിന്റെ ആ പൊതുവായ നിയമത്തെ ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് തഖ്സീസാക്കുന്നു, ഇത്യാദി കാര്യങ്ങളെ ഒഴിവാക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താൽ തുഹഫത്തുൽ അഹ്വദി 3-ാം വാള്യത്തിൽ 341-ാം പേജിലുണ്ട്. അർഹമുർ റഹീമിനായ തമ്പുരാൻ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമെല്ലാം നമുക്ക് മനസ്സിലാകുന്ന മരണപ്പെട്ടവർക്ക് വേണ്ടി സന്താനങ്ങളാകട്ടെ മറ്റുള്ളവരാകട്ടെ ഖുർആൻ പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അർഹമുർ റഹീമിനായ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും നമ്മയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈമാനോടുകൂടി ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.